ബ്രഷ് പെയിൻറ്റിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനകത്ത് ബേസിക് സംഭവം അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ സാധാ കളർ ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ അത് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ബ്രഷ് പെയിൻറ്റ് എടുത്തിട്ട് ആദ്യം അതിൻ്റെ ഡാർക്ക് കളർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഡാർക്ക് കളറല്ലേ, അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് അതായത് ഇതുപോലെ നോക്കി ഇങ്ങനെ ചെയ്ത്. ഓക്കെ, അടുത്തത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് കളറായിരിക്കണം. ഇതാണ് ലൈറ്റ് കളർ. ആ ലൈറ്റ് കളറിൻ്റെ കൂടെ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ചെയ്യണം. കാണുന്ന ലൈറ്റ് കളറിൻ്റെ മുകളിൽ ഇങ്ങനെ ആ കളർ കുറച്ച് ഇങ്ങോട്ട് തേക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഊറി പിടിച്ചാലും മതി. ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കൊടുത്താൽ ആ കളർ കുറച്ച് ഇതിനകത്തൂടെ കയറും, ഈ ലൈറ്റ് കളറിലോട്ട് കയറും. നേരെ തിരിച്ചായാൽ ചിലപ്പോൾ വർക്കാവത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിവിടെ കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആകാം. അപ്പോൾ കുറച്ച് ബ്ലെൻഡായി വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ലൈറ്റ് കളർ എടുക്കുന്നുണ്ട്. ഇതാണ് ലൈറ്റ് കളർ. ആ ലൈറ്റ് കളറിൻ്റെ മുകളിൽ അടുത്ത ഇതിൻ്റെ ഈ ലൈറ്റ് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ വയ്ക്കുന്നുണ്ട്, കറക്കി വയ്ക്കുന്നത്. ഓക്കെ, ഇതൊരു ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് വേണ്ട, കുറച്ച് മതി. അത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ബ്ലെൻഡായിട്ട് മാറണമല്ലേ. അപ്പം വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് കളർ ചെയ്തു. ഗ്രീൻ പോകുന്നുണ്ട്. ഇപ്പം നല്ല ഗ്രീനായി. എനിക്ക് ഈ അറ്റത്ത് പെട്ടെന്ന് തന്നെ ഒരു യെല്ലോ പെട്ടെന്ന് വേണമെങ്കിൽ ഇത് നമുക്ക് കുറച്ച് മാറി ഇവിടെ എങ്ങനെയൊക്കെ പോയിട്ട് തേച്ച് അത് കുറച്ചൊന്ന് കളഞ്ഞിട്ട് കളർ കുറച്ച് കളഞ്ഞിട്ട് വീണ്ടും അവിടെ വന്ന് പിടിക്കുക. കണ്ടോ, ലൈറ്റായി വരുന്നുണ്ടോ. വീണ്ടും ആ കളർ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് വേറെ എവിടെയെങ്കിലും പോയി അതൊന്ന് കളഞ്ഞിട്ട് ചെയ്യുക. കാരണം കുറേ പച്ച അതിനകത്ത് കയറിയിട്ടുണ്ടോ. അപ്പം മഞ്ഞ പെട്ടെന്ന് തന്നെ ആയി വരും. ഇങ്ങനെയാണ് അത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ.